യഹോവയെയും യഹോവയുടെ ബലത്തെയും തിരവിൻ. യഹോവയുടെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയെ അന്വേഷിക്കുന്നവരെ, നിങ്ങൾ ഇടവിടാതെ യഹോവയെ അന്വേഷിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് യഹോവയുടെ ബലത്തെയാണ്. ഇന്നലകളിൽ യഹോവയായ ദൈവത്തെ അന്വേഷിച്ചവർ കണ്ടത് യഹോവയുടെ ബലത്തെയാണ്. നെബൂഖദ്നേസർ ഒരു ബിംബത്തെ ഉണ്ടാക്കി. ആ ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചൂളിൽ ഇട്ടുകളയുമെന്നുള്ള രാജകൽപ്പനയും പുറപ്പെടുവിച്ചു. പ്രവാസത്തിൽ കഴിയുന്ന യഹൂദന്മാരിൽ ഭൂരിഭാഗം ആളുകളും ആ കൽപ്പനയ്ക്ക് മുമ്പിൽ ഭയപ്പെട്ടുപോയി. എന്നാൽ 3 യഹൂദ ബാലന്മാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, രാജാവിൻ്റെ കൽപ്പന കർശനമായിരുന്നിട്ടും എരിയുന്ന തീച്ചൂളം മുൻപിൽ കണ്ടിട്ടും അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വചനത്തിനു വേണ്ടി അവർ ഉറച്ചു നിന്നു. അവർ രാജാവിനോട് പറഞ്ഞു, നെബൂഖദ്നേസരേ, നീ ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ബിംബത്തെ നമസ്കരിക്കില്ല. അവർ യഹോവയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാണ്. അവർ വചനത്തെ സ്നേഹിക്കുന്നവരാണ്. അവർ പിടിച്ചിരിക്കുന്നത് വചനമാണ്. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവരാണ്. അതെ, ഇന്നലകളിൽ പിതാക്കന്മാരെയൊക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. ഈ വചനം ഞങ്ങൾക്ക് ആശ തരുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവേ, ഈ ഭൂമിയിലെ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു രാജാതിരാജാവുണ്ട്. അത് ഞങ്ങളുടെ ദൈവമാണ്. ഇന്നലകളിൽ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾക്കറിയാം. ദൈവം വിടുവിക്കുന്നവനാണ്. എന്നാൽ ദൈവം വിടുവിച്ചില്ലേലും ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കത്തില്ല. വിടുതൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങൾ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. ഞങ്ങൾ വചനം വിട്ടു മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, അവർ അന്വേഷിക്കുന്നത് വചനത്തിൻ്റെ ശക്തിയെയാണ്. വിടുവിക്കുന്ന ദൈവമുണ്ട് വചനത്തിൻ്റെ അകത്തോ. വചനത്തെ കയറി പിടിച്ചപ്പോൾ നെബൂഖദ്നേസർ അവരെ ബന്ധിച്ച് തീയുടെ അകത്തിട്ടെങ്കിലും തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ടാണ് അവർ യഹോവയുടെ ബലത്തെ കണ്ടത്. ഇന്ന് പകൽ യഹോവയെ അന്വേഷിക്കുന്നവരെ, വചനത്തെ മുറുകെ പിടിക്കുന്നവരെ, ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിലെ സാഹചര്യം പ്രതികൂലമായിരിക്കാം. നിങ്ങൾ ഇന്നുവരെ അഭിമുഖീകരിക്കാത്ത കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. എങ്കിലും ഇന്ന് പകൽ നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ യഹോവയെ, അവൻ്റെ ബലത്തെ തിരയുകയാണ്. വിടുവിക്കുമെന്ന വചനമാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിടുതൽ കാണാൻ പോവുകയാണ്. നിങ്ങൾ ബലം കാണാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ഒരു ചരിത്ര വിഷയമാക്കി മാറ്റാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.